വിശ്വാസപ്പെരുമയിൽ മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. വാഴപ്പള്ളി വിമലഗിരി ബിഷപ്പ് ഹൗസിന് സമീപമുള്ള മാർ ഇവാനിയോസ് നഗറിൽ വരാപ്പുഴ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ലത്തീൻ ക്രമത്തിൽ ദിവ്യബലി അർപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ ബിഷപ്പ് ഡോക്ടർ യുഹാനോൻ മാർ തിയഡേഷ്യസ് സന്ദേശം നൽകി. യുവജന സമ്മേളനവും നടന്നു. വികാരി ജനറൽ തോമസ് ഞാറക്കാട്ട് കോർ എപ്പിസ്കോപ്പ ബൈബിൾ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. മലങ്കര കത്തോലിക്ക സഭ മൂവാറ്റുപുഴ രൂപതയുടെ നേതൃത്വത്തിൽ വിവിധ ക്രൈസ്തവ ഇടവകകളുടെ സഹകരണത്തോടെയാണ് കൺവെൻഷൻ നടക്കുന്നത്. ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലാണ് ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. എന്താണ് ആത്മാവിലെ എളിമ? എന്തായിരിക്കും വിചാരിക്കുന്നത്? എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആത്മാവിൽ എളിമ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനം വായിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. ഒരു അപകടം എങ്ങനെയാണ്? അതായത് നമ്മളിത് ഒത്തിരി കാര്യങ്ങൾ പലയാവർത്തി കേട്ടിട്ടുള്ളതായതുകൊണ്ട്, പ്രത്യേകിച്ച് വചനങ്ങൾ ആശയങ്ങളാവണമെന്നില്ല, വചനങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കേൾക്കുന്ന ഉടനെ ഒരു ചിന്ത വരും. എന്തായിരിക്കും വരുന്നത്? ഇത് എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണെന്നൊരു സാധനം വരും. അപ്പം അത് ഈ വചനം പ്രവർത്തിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യും. അതായത് ദൈവം ഓരോ സമയത്തും സംസാരിക്കുമ്പോൾ അത് പുതിയതാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് കോതമംഗലം ബിഷപ്പ് ഡോക്ടർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. മദേഴ്സ് ഫോറം സുവിശേഷ സംഘം അംഗങ്ങൾക്കായുള്ള പരിശീലന ക്ലാസും നടക്കും. നാളെ വൈകിട്ട് 4:30 ബിഷപ്പ് യുഹാനോൻ മാർ തിയഡേഷ്യസ് കുർബാന അർപ്പിക്കും. ഞായറാഴ്ച 2:30 മുതൽ മലങ്കര കാത്തലിക് അസോസിയേഷൻ രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എക്യുമെനിക്കൽ സമ്മേളനം മലങ്കര ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് ഉദ്ഘാടനം ചെയ്യും. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമേൽ പങ്കെടുക്കും. വിവിധ ക്രൈസ്തവ സഭാ പ്രതിനിധികൾ ഐക്യ സന്ദേശവും നൽകും. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.